എന്താ വീണു, കുറെ നാളായല്ലോ കണ്ടിട്ട്. എല്ലാരും ഉണ്ടല്ലോ. നല്ല തിരക്കല്ലേ വിജയേട്ടാ? കൊറോണയായിട്ട് സർക്കാർ വീട്ടിലിരിക്കാൻ പറഞ്ഞ നിനക്ക് വീട്ടിലിരിക്കാൻ പാടില്ലേ വേണു? ചേട്ടാ, ഞാനിപ്പോൾ ഈ സന്നദ്ധ സംഘടനയിൽ അംഗമുള്ളൂ. ഇപ്പോൾ നമ്മുടെ സർക്കാരിൽ നിന്നും മറ്റു സംഘടനകളിൽ നിന്നൊക്കെ വരുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റു മെഡിസിനുകളൊക്കെ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഓ, നന്നായി. ആ കിട്ടിങ്ങ മോളിങ്ങ വന്നേ, ഇതങ്ങടെ തൊട്ട് വെച്ചേക്ക്. കുറച്ച് മലക്കറികളാണ്. നമ്മുടെ കോയക്കാന്റെ കടയിൽ നിന്ന് 500 പേർക്കുള്ള കിറ്റ് കൊടുത്ത് അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ചേട്ടന് കുറച്ച് വിറ്റാമിന്റെ ഗുളികയും തൈലും ഉണ്ട്. അപ്പൊ അതവിടെ വെച്ചോ. ഇപ്പൊ ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ വേണു. 35 കിലോ അരിയുള്ളത് ഇന്നലെ സുലോചന പോയി വാങ്ങിച്ചു. 17 കൂട്ടം അടങ്ങുന്ന പലവഞ്ഞന കിറ്റും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടിപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അല്ല, അത് കുഴപ്പമില്ല, അതവിടെ വെച്ചോ. അതവിടെ ഇരുന്നോട്ടെ. ഇതിപ്പോ നമ്മുടെ കോയക്കാന്റെ വകയുള്ള പൊക്കട്ടെ. എന്നാ വേറെ കുറെ സ്ഥലത്ത് കൊടുക്കാനുണ്ട്. ഓ ശരി ശരി ചേട്ടാ, എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. ഒരു മടിയും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഓ ആയിക്കോട്ടെ. സാലറി ചലഞ്ചിന് മന്ത്രിസഭയുടെ അംഗീകാരം. 1 മാസത്തെ വേതനം സർക്കാർ ജീവനക്കാർ നിർബന്ധമായും നൽകണം. ജീവനക്കാരുടെ പ്രതികരണം നോക്കിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും. വിശദാംശങ്ങൾ ബിജി തോമസ് നൽകും. ബിജി, എന്താ പൊളേട്ടത്? എന്തിനാ ടി വി ഓഫ് ചെയ്യണേ? എന്റെ ആനി, ഈ പറയുന്നു നീ ഇപ്പൊ കേട്ടില്ലേ? കഴിഞ്ഞ 1 മാസത്തെ ശമ്പളം കൊണ്ടാ മോന്റെ കോളേജിലെ ഫീസ് അടച്ചത്. ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ട് വേണം വീടിന്റെ ലോണും വണ്ടിയുടെ ഫീസൊക്കെ അടക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ആ ലോക്ക്ഡൌൺ കയറി വന്നിട്ടുള്ളത്. ഇപ്പതേ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നീ കേട്ടാ? എന്താ അതിനകത്ത് പറയുന്നത്? 1 മാസത്തെ സാലറി ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കണമെന്നാ പറയുന്നത്. ഇപ്പൊ തന്നെ ഞാൻ കൊടുക്കും. ഞാൻ വേറെ പണിയൊന്നുമില്ല. ഇതൊന്നും നമ്മൾ വരുത്തി വെക്കുന്നതല്ലോ ചേട്ടാ. ഓഹ്, എന്റെ പൊന്നാനി, നീ ഒന്ന് മിണ്ടാതിരിക്കി. ഞാനിവിടെ ഇരുന്ന് നരയിക്കുമ്പോഴാ നിന്റെ ഒരു വേദാന്തം പറച്ചില്. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല. വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. നിങ്ങളാണെങ്കിൽ റേഷനും വാങ്ങിയിട്ടില്ല. ഓഹ്, നീ പറയണ കേട്ടാ വിചാരിക്കും ഇത്രയും നാളെ റേഷനരി വാങ്ങിച്ചാ നീ ചോറ് നിന്ന്. ഒരു റേഷൻ ഞാൻ നിങ്ങളുടെ കൂടെ തല്ല് പിടിക്കാനൊന്നുമില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ സാധനം വാങ്ങണം, അത്രയും പറയണുള്ളൂ. എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ആ സാധനങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് വാ മനുഷ്യ. എൻ്റെ ആനി, നമ്മൾ എവിടെ പോയിട്ട് കടം വാങ്ങിക്കാനാ? പറ്റിയ അയൽവാസികളുമാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഈ അയൽവാസികളോട് നമ്മൾ എങ്ങനെ ചെന്ന് കടം ചോദിക്കാനാ? അതും ഈ സമയത്ത്. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ പറ, അവര് കേക്കും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. മാഷേ, പോസ്റ്റ്. ഇനി ഇതെന്തെന്നാണെന്നാവോ? സർക്കാർ ജീവനക്കാർക്കുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള ഉത്തരവിൻ്റെ കോപ്പി. ഹൈസ്കൂൾ അധ്യാപനത്തിലിരിക്കുന്ന അരീപ്പറമ്പിൽ സേവ്യർ മകൻ പോൾ കോവിഡ്-19 പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അടിയന്തര ധനസമാഹരണത്തിന് താങ്കളുടെ 1 മാസത്തെ ശമ്പളം 5 ഗഡുക്കളായിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് താങ്കളുടെ സമ്മതപ്രകാരം നൽകണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. പോളിൻ്റെ ഒരുപാട് അങ്ങോട്ട് കിട്ടും. എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടേ. എന്ത് ചെയ്യണ ചേട്ടാ? അയ്യോ, എല്ലാം ശരിയാക്കി തന്നിപ്പാ. സുലോചനെ, വരുന്നേട്ടാ. എന്താ ചേട്ടാ വിളിച്ചേ? നമ്മുടെ പോൾ മാഷിൻ്റെ വീട്ടിലെ എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് തോന്നണം. ആനിച്ചേച്ചിയും മാഷും തമ്മിൽ എന്തോ തർക്കം കേട്ടു. നമുക്ക് അവരൊന്ന് സഹായിക്കണ്ടോ? നമ്മളെങ്ങനെ സഹായിക്കാനാ? നമുക്കൊന്നും ഇല്ലാത്തവരല്ലേ. നമുക്ക് ആഹാരത്തിനും മരുന്നിനും ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ക്ഷേമത്തിൽ നിന്നും കിട്ടിയ 2000 രൂപയിൽ നിന്നും 1000 രൂപ ആ മാഷിന് കൊടുക്കുന്നേ. പണം മാഷിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്ക്. ആ ശരി ഏട്ടാ. പോൾ മാഷേ, എന്താ സുലോചനെ? വിജയേട്ടൻ ഇവിടം വരെ വന്ന് ഈ പൈസ മാഷിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്താ ഇത്? ഏട്ടന് ക്ഷേമനിധിയിൽ നിന്നും 2000 രൂപ സർക്കാർ സഹായം കിട്ടിയതാ.
ഞങ്ങൾക്കിപ്പോൾ പൈസയുടെ ആവശ്യമൊന്നും ഇല്ല. റേഷൻ കടയിൽ നിന്ന് അരിയും പലവ്യഞ്ജന കിറ്റും കിട്ടിയായിരുന്നു. പിന്നെ ഏട്ടനുള്ള കുഴമ്പും മറ്റും സന്നദ്ധ സംഘടനാ സഹായം വഴി കിട്ടുകയും ചെയ്തു. അതുകൊണ്ടിപ്പോൾ പണത്തിന് ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇത് മാഷിൻ്റെ കയ്യിലിരിക്കട്ടെ. മാത്രവുമല്ല, നിങ്ങളെപ്പോലുള്ള സർക്കാർ ജീവനക്കാരുടെ വേതനം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ കിട്ടുന്നത്.